എല്ലാവർക്കും സുവർസാറാണ്. നമ്മളിന്ന് +1കാർക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ് ഇപ്പോൾ സ്കൂളിലൊക്കെ ഏകദേശം പഠിച്ച് തുടങ്ങി, അത് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കുറേ പ്രോബ്ലംസുകളൊക്കെ പഠിച്ചു, വലിയ ബുദ്ധിമുട്ടില്ലാതെ 10ാം ക്ലാസ്സുമായിട്ടൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലായി. കുട്ടികൾക്ക് ഏകദേശം ഒരു 90% കുട്ടികൾക്ക് നല്ല രീതിയിൽ കൂടെ മനസ്സിലാവുന്നുണ്ട് ഇല്ലേ? നമുക്ക് ആ പ്രശ്നം 10ാം ക്ലാസ്സിലെ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ നമുക്ക് നേരിടുന്നില്ല. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത അതാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്തിരി പ്രശ്നമുള്ള ചാപ്റ്റേഴ്സിനെ നേരിട്ടേ പറ്റൂ. ആ സമയത്തേക്ക് എല്ലാവരും റെഡി ആയിരിക്കണം. മീൻസ് ഈസി ചാപ്റ്റേഴ്സുകളെല്ലാം നമ്മൾ ഒരുവിധം നല്ല കൈക്കലാക്കണം. ഓക്കെ, നമ്മുടെ എക്സാമിനെന്ന് പറഞ്ഞാൽ മാർക്ക് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള വർക്ക് ചെയ്യണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഇന്നൊരു ചെറിയ ക്ലാസ്സാണ് തരുന്നത്. ഈ എക്സാമിന് വരുന്ന രീതിക്കുള്ള ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ് തരാൻ പോകുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം പഠിച്ചുകൊണ്ട് പോയി എക്സാമിന് നേരിടാനേ പറ്റില്ല. ഇപ്പോഴത്തെ രീതിയിൽ കൂടെ എൻട്രൻസ് വരുമ്പോൾ നമുക്ക് അത്ര ഈസി അല്ല. എൻട്രൻസിനൊക്കെയുള്ള രീതിയിൽ കൂടി ഇപ്പം ആകെ പ്രശ്നങ്ങളാണ്. നമ്മുടെ സിലബസിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആ ലെവൽ കുറവാണ് എന്നുള്ള രീതി കൊണ്ട് ഇത്തിരിയൊക്കെ റാങ്ക് കുട്ടികളുടെ കുറയുന്നുണ്ട്. അപ്പം അതിന് പ്രകാരം ഇനിയിപ്പോൾ നമ്മുടെ റാങ്ക് കൂട്ടാൻ വേണ്ടി ഇത്തിരി ടഫാക്കാൻ ഉള്ള രീതി വരുന്നുണ്ട്. നിങ്ങളും അതൊക്കെ കരുതിയിരിക്കുക. അല്ലാതെ നമ്മൾ സാധാരണ പോലെ ടെക്സ്റ്റ് ബുക്കിലെ മാത്രം പഠിക്കുന്നവർക്ക് നമുക്ക് ഏകദേശം ഒരു 40 അല്ലെങ്കിൽ ഒരു 60%ഓ 70%ഓ മാർക്ക് കൂടുതൽ പോവില്ല. ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെ ക്ലാസ് കിട്ടി സിമ്പിളായിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും തരും. ക്ലാസ് തരും, നോട്ട്സ് തരും. പിന്നെ ഓരോ എക്സാമിന് വേണ്ട സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ, പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പാക്കേജ്, പിന്നെ ഒരു ഇക്വേഷൻ ബുക്കിലെറ്റ് ഉണ്ട്, ഫുൾ ഫോർമുലാസ്. അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു തരും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനും ഉണ്ടാവും, ആൻസറും ഉണ്ടാവും. നിങ്ങളതും വേണം ലാസ്റ്റിൽ പഠിച്ചു പോകാൻ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് എത്തിക്കാൻ ഉള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളും ഇതിനോടൊപ്പം തരുന്നതാണ്. 1 ഇയറിന് ഇത്രയും മാത്രം. ഓക്കെ, വേറെ ഒന്നുമേ ഇല്ല. ഇത്രയും ഇത് നമുക്ക് 1 ടൈമായിട്ട് അടയ്ക്കുക, തീരെ വേറെ ഒന്നുമേ അടയ്ക്കേണ്ട. എല്ലാ കാര്യങ്ങളും ബാക്കി നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു സെറ്റാണ് തന്നേക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ് എൻ, x less than 5 and x greater than 7. Okay, then n of a. What is n of a? Number of elements in a. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു ഡാഷ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നോക്കണം. ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ് നിൽക്കുന്നത്. നമ്മൾ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്താണ്? കാര്യങ്ങൾ ആരൊക്കെയാണ്, മീൻസ് എലമെൻറ്റുകൾ ആരൊക്കെയാണെന്ന് അവർ തരത്തില്ല, പക്ഷെ ക്ലൂ തരും. അത് വായിച്ച് മനസ്സിലാക്കി ആൻസർ എഴുതുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിനെ നമ്മൾ ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ എന്താ മനെ, നാച്ചുറൽ നമ്പർ ആയിരിക്കണം, അത് 5ൽ കുറവായിരിക്കണം, 7ൽ കൂടുതലായിരിക്കണം. അതെങ്ങനെ പരിപാടി അല്ലേ? 5ൽ കുറവായിരിക്കണം. ആൻഡ് കണ്ടോ, ആൻഡ് എന്ന് പറഞ്ഞാൽ ആടാ ആ നമ്പർ 7 കൂടുതലും ആയിരിക്കണം. 5 കുറവും 7 കൂടുതൽ. ആരെടാ അങ്ങനെ ഒരു ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെ ഒരാൾ? ഇല്ല. നമ്മളൊരു നമ്പർ പറഞ്ഞാൽ അത് 5ൽ കുറവും 7 കൂടുതലും, അങ്ങനെ നമ്പർ ഇല്ലേ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സെറ്റ് എന്താണ്? നൾ സെറ്റ്. ഓക്കെ, ഫൈൻ. നിങ്ങളിപ്പോൾ ഏത് നമ്പർ പറഞ്ഞാലും ഒന്നുകിൽ അത് 5 കുറവായിരിക്കും, അല്ലെങ്കിൽ 7 കൂടുതൽ. അപ്പോൾ നിങ്ങളിത് മനസ്സിൽ വരുന്നതാണെന്നറിയോ? 6 എന്ന് പറഞ്ഞ നമ്പർ തന്നെയാണ്. നല്ലതുപോലെ അങ്ങോട്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവർ എഴുതുന്ന ആൻസർ ആരാന്നറിയാമോ? ഇവിടെ ഒരൊറ്റ 6നെ വെച്ചാൽ കാച്ചും. എന്തുകൊണ്ടാണ്? 5, 7 ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. ഒന്നും നോക്കാനില്ല, 6 ഇട്ടേക്കാം, അത്രയേ ഉള്ളൂ. തെറ്റാണ് കേട്ടോ. നിങ്ങൾ 6 ഇട്ട് കഴിഞ്ഞാൽ എന്തോ മീനിങ്? 5 കുറവുമല്ലത്, 7 കൂടുതലുമല്ല. കണ്ടോ, രണ്ടുമേ ഇല്ല. ഇനി നിങ്ങൾ 4 എന്ന് പറഞ്ഞ നമ്പറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 5ൽ കുറവാണ്, പക്ഷേ 7 കൂടുതലാണോ? അല്ല. ഇനി 8 പറഞ്ഞാലോ 7 കൂടുതലാണ്, 5 കുറവാണോ? അല്ല. അപ്പോൾ 2 കാര്യം കൂടെ ശരിയാവുന്ന നമ്പർ ഇല്ല. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നില്ലേ? ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എൻ ഓഫ് എയുടെ ആൻസർ ആരാന്ന് വെച്ചാൽ മോനെ 0 എന്നാണ് എഴുതുന്നത് കേട്ടോ. ആരുമില്ല എങ്കിൽ എണ്ണം എത്ര? 0. ദാറ്റ്സ് ഓൾ. പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വന്നേക്കുന്നത് ഇൻ്റർവെൽസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ, ഓക്കെ, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ്. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന സെറ്റ് set of all x such that x element of R 2 less than x less than or equal to 6.
നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനിയും ഇതാണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി താഴെ പറയുന്നതിനുള്ളിൽ ഏതാണ് എന്നാണ്. കണ്ടോ, സാധാരണ ഇൻ്റർവെൽസുകളിൽ ഇൻ്റർസെക്ഷൻ വരാറില്ല, നമുക്ക് സെറ്റുകളെ ചെറുത് തന്നിട്ടുള്ളതാണ്. ഇത് കണ്ടോ, നമ്മുടെ ഇൻ്റർവെൽസുകളിൽ നിന്നും നമ്മുടെ ഇൻ്റർസെക്ഷൻ ആണ്. ഓപ്ഷൻസ് ഇവിടെ വന്നേക്കുന്നത് 2, 5 എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, 2, 5 എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, 2, 5 എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണോ അവിടെ? ചെറിയ വ്യത്യാസമുണ്ട് ഇല്ലേ? എന്തോ വ്യത്യാസം? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. -2, 6. ഓക്കെ, ഇവിടെ എല്ലാം 2, 5, 2, 5, 2, 5, -2, 6 ആണല്ലോ. എൻട്രൻസിനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതിനുള്ളിൽ ഒറ്റയാനായിട്ട് നിൽക്കുന്നതിന് ഞങ്ങൾക്ക് തട്ടിയേക്കണം. ഒറ്റയാനായിട്ട് നിൽക്കുന്നതിന് തട്ടിയേക്കണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം 2, 5, 2, 5 അതുകൊണ്ട് 2, 6. അപ്പോൾ എന്തായാലും ഇവനാവാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. എപ്പോഴും എൻട്രൻസിന് ഓപ്ഷനിൽ നിന്നും ആൻസർ എഴുതാനുള്ള രീതി പഠിക്കണം. നമ്മൾ എൻട്രൻസിന് എല്ലാ ക്വസ്റ്റിനും ആൻസർ ഇപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ആൻസറിനെ കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കിട്ടും. അടിപൊളിയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണേൽ എൻട്രൻസിലൂടെ ജോയിൻ ചെയ്യാം. എൻട്രൻസിലൂടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ രീതി കൊണ്ട് രണ്ടും കൂടി പോകുമ്പോൾ ഒന്നും അറിയാൻ മീൻസ് ഒന്നുമേ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് രണ്ടിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. വളരെ ചെറിയ സമയം നിങ്ങൾ ഇതിന് ഉപയോഗിച്ചാൽ മതി എൻട്രൻസിന്. പക്ഷേ നമുക്ക് പ്രയോജനം ഭയങ്കരമായിരിക്കും. കാരണം റെഗുലറായിട്ട് നമുക്ക് ഈ 2 വർഷത്തെ പഠിത്തം കൊണ്ട് നമ്മളെ കീമോ ഇന്ത്യയോ ജെയോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിനോടൊപ്പം നിങ്ങൾക്ക് അതിനും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഇങ്ങനെ 4 ആൻസർ കിട്ടി. ഇതിൻ്റെ ഏതായിരിക്കും കറക്റ്റ് ആൻസർ, ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ള രീതി നോക്കുമ്പോൾ ഇതിനെ നമ്മളൊരു ജോമെട്രിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്താൽ വളരെ ഈസിയാവും, വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് -2 തൊട്ട് 5 വരെ, അത് 2 തൊട്ട് 6 വരെയാണേ. അപ്പോൾ നോട്ടെ അപ്പോൾ ഇവിടെ 0 വന്നു, ഇവിടെ ഒരു -1, ഇവിടെ -2, 1, 2, 3, 4, 5 ഇത്ര എഴുതിയിട്ട് വെച്ച. ഓക്കെ, 6, 7 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് -2 തൊട്ട് 5 വരെ ആദ്യത്തേത് ഉണ്ട്. ഇവിടെ തൊട്ട് ആദ്യത്തെയാണ് എ എന്ന് പറഞ്ഞതാണ് കേട്ടോ. -2 തൊട്ട് 5 വരെ ഇവിടം വരെയാണ് നമ്മുടെ ഫസ്റ്റ് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആരാമനെ എ ആണ് കേട്ടോ. ഇത് നമ്മുടെ എ ആണ്. ഇനി ബി നോക്കിക്കേ, 2 തൊട്ട് 6 വരെയാണ്. ഇതാണ് 2, ഇത് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ 2ൻ്റെ അവിടെ റൗണ്ടേ ആകാവുള്ളൂ കേട്ടോ. അവിടെ കണ്ട് ഈക്വലില്ല, കണ്ടല്ലോ, ഈക്വലില്ല. പിന്നെ എവിടം വരെയാ? 6 വരെ ഇങ്ങനെ. ഓക്കെ ആണല്ലോ അല്ലേ? 6ൻ്റെ അവിടെ ബോൾഡ് ചെയ്യണേ. എന്തുകൊണ്ടാണ് 6ൻ്റെ അവിടെ ബോൾഡ് ചെയ്യാനുള്ള കാരണം? അവിടെ << ഉണ്ട്. ഇവിടെ രണ്ടിടത്ത് << ഉള്ളതുകൊണ്ടാണ് എയുടെ അവിടെ രണ്ടിടത്തും നമ്മൾ ബോൾഡായിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാരാ മോനെ? ബി. ഇപ്പം നോക്കിക്കേ, 2 ലൈൻസും പാരലായിട്ട് കിടക്കുന്ന സ്പേസ് എവിടെ? ഇവിടെ നോക്കിക്കേ, ഈ ഭാഗങ്ങളൊന്നും ബി ഇല്ല, ഈ ഭാഗങ്ങളൊന്നും എയും ഇല്ല. കണ്ടോ, ഇവിടെ എ തീർന്നു. കണ്ടോ, ഇനി അങ്ങോട്ട് എ ഇല്ല. ഇവിടെ വരുമ്പോൾ ഇവിടെങ്ങും ബി ഇല്ല. അപ്പോൾ രണ്ടും കൂടി ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ പോർഷനാണ്. കണ്ടോ, ഇത്രയും. ഇതാണ് നമ്മുടെ പോർഷൻ, ശരിയല്ലയോ? ഇതാണ് നമ്മുടെ 2 പേരുടെയും കൂടെ കോമൺ പോർഷൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. കണ്ടോ, ഇതാണ് ഇൻ്റർസെക്ഷൻ, 2 പേരുടെയും കൂടെ വരുന്നത്. ഇത് വരുമ്പോൾ നോക്കിക്കേ, ആൻസർ നോക്കേണ്ടത് 2 തൊട്ട് എവിടെ വരെയാണ് മോനെ? 5. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസർ. ഇതാണ് നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എവിടെ തൊട്ടാണ് വരുന്നത്? 2 തൊട്ട് എവിടെ വരെയാണ് മോനെ? 5 വരെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ നോക്കിക്കേ, 2ൻ്റെ അവിടെ എന്താ മോനെ? നോക്കിക്കേ, എല്ലാവരും ശ്രദ്ധിച്ചേ, റൗണ്ടാണ്. പക്ഷേ 5ൻ്റെ അവിടെ എന്താണ്? ബോൾഡാണ്. അപ്പോൾ 2, 5 എന്നാണ് നമ്മുടെ ആൻസർ. 2ൻ്റെ അവിടെ ബോൾഡ് ഇല്ലാത്ത റൗണ്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ എണ്ണം. 5ൻ്റെ അവിടെ ബോൾഡാണ്, <= വരും. മീൻസ് ഇതാണ് നമ്മുടെ ആൻസർ 2, 5. ഇതാണ്. ക്ലിയർ ആയല്ലോ? കണ്ടല്ലോ, 2 തൊട്ട് 5 വരെ 2 എടുക്കാൻ പാടില്ല, ബട്ട് 5നെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ സിമ്പിൾ ബ്രാക്കറ്റ്, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? അപ്പോൾ നല്ല 2 ക്വസ്റ്റ്യൻസുകളായിരുന്നു. ഇതാണ് നമ്മുടെ എക്സാമിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടി അങ്ങോട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ശരിയാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ കുറച്ച് പേര് ചെയ്യും. ആ കുറച്ച് പേര് മാത്രമേ അങ്ങനെ എത്തുമ്പോൾ നല്ല മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെയും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ഓരോ ചാപ്റ്ററിൽ നിന്നും
ഇത്തിരി എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, നേരത്തെ വന്നിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ കഴിവുണ്ടായിട്ടും മാത്രം കാര്യമില്ല, നമുക്ക് അതിനുള്ള മെറ്റീരിയൽ കിട്ടിയെങ്കിലേ പഠിത്തം ശരിയാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതികൾ മാറ്റുക. എന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ്സിനെ പഠിക്കുക. ആപ്റ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രോബ്ലംസുകളെ പഠിക്കുക. നമ്മളുടെ ഉയരം മീൻസ് ഏറ്റവും ടോപ്പിലെത്തുക, മീൻസ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ഏറ്റവും ടോപ്പിലെത്തുക. ഓക്കെ, അപ്പം ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.